ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൂര്യ ലജീഷ്. വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൻ്റെ തൊട്ടിപ്പത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവില്ല, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. എനിക്ക് കുഞ്ഞുണ്ടായപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സംശയം ഉണ്ടായിരുന്നു. ന്യൂബോൺ ബേബീസിൻ്റെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ന്യൂബോൺ ബേബീസാണ് എങ്കിൽ, അതും ആദ്യമായിട്ട് അമ്മയാവുകയാണ് എങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. കാരണം നമുക്ക് ഒന്നും അറിയില്ല, നമ്മുടെ കയ്യിലേക്കൊരു പിഞ്ച് പൈതലിനെ കിട്ടുകയല്ലേ, നമുക്ക് ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേടികളും ഉണ്ടാവും. അതിൽ ഒരു കാര്യം, ഏറ്റവും ഇതായിട്ടുള്ള കാര്യമാണ് കുട്ടി പാല് കുടിക്കുന്നുണ്ടോ എന്നുള്ള സംശയം. കാരണം നമുക്ക് പാല് കൊടുക്കാനറിയില്ല. അങ്ങനെ എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ആ സമയത്ത്, കുഞ്ഞ് പാല് കുടിക്കുമോ എന്നത്. ന്യൂബോൺ ബേബീസ് ആകുമ്പം നമ്മൾ കുറഞ്ഞത് ഒരു 20 മിനിറ്റേലും കുഞ്ഞിന് പാല് കുടിപ്പിക്കണം. പക്ഷെ ആദ്യം നമുക്കറിയാം, ആദ്യം വരുന്ന പാല് കൊളസ്ട്രോൾ ആയിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു തുള്ളി തുള്ളിയായിട്ട് വരുന്നതുകൊണ്ട് ചില കുട്ടികൾ ഒരു 8 ml ഒക്കെ കുടിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന് ആരോഗ്യമുള്ളത് വലിച്ചു കുടിക്കാനുണ്ടാവും. കുഞ്ഞ് നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ടോ എന്നത് നമുക്ക് കുഞ്ഞിൻ്റെ യൂറിൻ പോകുന്നത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞ് നന്നായിട്ട് യൂറിൻ പോകുന്നുണ്ട് എങ്കിൽ കുഞ്ഞ് നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കുഞ്ഞ് നന്നായിട്ട് പാല് കുടിക്കുന്നത് നന്നായിട്ട് സക്ക് ചെയ്ത് കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞ് സക്ക് ചെയ്ത് കുടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മുടെ നിപ്പിളിൻ്റെ ആ ബ്ലാക്ക് കളറിലുള്ള ആ വട്ടം ഫുള്ളായിട്ട് കുഞ്ഞിൻ്റെ വായിൽ കയറി അത് സക്ക് ചെയ്ത് കുടിച്ചാൽ മാത്രമേ കുഞ്ഞ് നന്നായിട്ട് പാല് കിട്ടത്തുള്ളൂ. കുഞ്ഞ് പാല് കുടിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് സംശയമാണ് എങ്കിൽ നിങ്ങൾ കുഞ്ഞിൻ്റെ യൂറിൻ്റെ കളർ നോക്കുക, നല്ല കടുത്ത കളറാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ദേഹത്ത് നല്ല തടുപ്പുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണം. പിന്നെ കുഞ്ഞിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മൂക്കടപ്പെന്ന് പറയുന്നത്. ഈ കുഞ്ഞിന് മൂക്കടപ്പുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, കുഞ്ഞിന് മൂക്കടപ്പുണ്ടെങ്കിൽ കുഞ്ഞ് വാ തുറന്നിട്ടായിരിക്കും കുഞ്ഞ് ഉറങ്ങുക. കുഞ്ഞപ്പോൾ വാ തുറന്നിട്ട് ഉറങ്ങുമ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും മൂക്കടപ്പുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില കുട്ടികൾ മൂക്കടപ്പ് ഇല്ലെങ്കിലും വാ തുറന്ന് ഉറങ്ങിക്കളയും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ശ്വാസം വിടുന്ന ആ ശബ്ദം, മൂക്കടപ്പുള്ളൊരു കുട്ടിയാണെങ്കിൽ നല്ല ശബ്ദത്തിലായിരിക്കും ശ്വാസം വലിച്ചു വിടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞിനുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടാവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാകുന്നത് ഒട്ടും നല്ലതല്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടായാൽ കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും പാലിൽ കൂടി കുഞ്ഞിന് വേണ്ട എല്ലാ വിറ്റാമിൻസും കുഞ്ഞിന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ കാണുക. കാരണം കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കുറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരികയാണെങ്കിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നുള്ളൊരു കാര്യമാണ് വയറുവേദന, ചെവിക്ക് വേദനയൊക്കെ. ന്യൂ ബോൺ ബേബീസ് ആണ് എങ്കിൽ നമുക്ക് മനസ്സിലാവില്ല കുഞ്ഞ് എന്തിനാണ് കരയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് നിർത്താതെ ഒരു 2-3 മണിക്കൂർ കരയുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറിൻ്റെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകണം. നമ്മുടെ കുഞ്ഞ് കുറച്ചും കൂടി വലുതാണ് എങ്കിൽ അവന് ചെവിക്ക് വേദന ഉണ്ടെങ്കിൽ അവൻ ചെവി ഇങ്ങനെ പിടിച്ച് വലിക്കും. അതിൽ നിന്നൊക്കെ നമുക്ക് അവന് ചെവിക്ക് വേദന ഉണ്ടെന്ന് മനസ്സിലാക്കാം. കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, കുഞ്ഞ് നിർത്താതെ കരയുകയാണ് എങ്കിൽ, ചില കുട്ടികളുണ്ട് വെറുതെ കിടന്ന് കരഞ്ഞു കളയും. എൻ്റെ മോൻ അങ്ങനെയായിരുന്നു, വെറുതെ കിടന്ന് കരയും. അപ്പോൾ നമ്മൾ പേടിച്ച് കുഞ്ഞിനെ എന്തെങ്കിലും കടിച്ചോ അല്ലെങ്കിൽ അവന് വയറുവേദനിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് അറിയാതെ നമ്മൾ പേടിച്ച് അവനെ എടുക്കുമ്പോൾ അവർ കരച്ചിലൊക്കെ മാറിക്കളയും. അപ്പോൾ അങ്ങനെ തന്നെ വെറുതെ കരയുന്ന കുട്ടികളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് കുഞ്ഞിനെ എടുത്ത്, അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് കുഞ്ഞിന് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ ആട്ടി നോക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ന്യൂ ബോൺ ബേബീസിനായാലും കുഞ്ഞ് നിർത്താതെ ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നിർത്താതെ കരയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പീഡിയാട്രീഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവും. കുഞ്ഞ് കരച്ചിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട് എങ്കിൽ അത്രയ്ക്ക് പേടിക്കാനുണ്ടാവില്ല. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ മഞ്ഞപ്പിത്തത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിലും കുഞ്ഞൊട്ടും പാല് കുടിക്കാനില്ല, കുഞ്ഞിൻ്റെ യൂറിന് ഒരു മഞ്ഞ കളർ, കട്ടിയുള്ള കളർ വരികയാണ്, കുഞ്ഞൊട്ടും വിശപ്പ് കുഞ്ഞ് കാണിക്കണില്ല, പിന്നെ കുഞ്ഞ് പല അസ്വസ്ഥതകളും കാണിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ന്യൂ ബോൺ ബേബീസിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ,
ഗ്യാസ് തട്ടുന്ന കാര്യമാണ്. അതായത് കുഞ്ഞ് പാല് കുടിച്ച് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഗ്യാസ് നല്ലപോലെ തട്ടി കൊടുക്കണം. അങ്ങനെ തട്ടിയില്ലെന്നുണ്ടെങ്കിൽ നല്ലപോലെ പാല് കുടിച്ചിരിക്കുന്ന കുഞ്ഞിനെ നമ്മൾ കിടത്തുകയാണെങ്കിൽ അവൻ മൂക്കിൽ കൂടി ഈ പാല് ഛർദ്ദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ ഗ്യാസ് തട്ടുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എല്ലാ അമ്മമാർക്കും ഒരു സംശയം ഉണ്ടാവും, എപ്പോഴും ഗ്യാസ് തട്ടുമ്പോൾ ഗ്യാസ് പോണില്ലല്ലോ, എപ്പോഴും ഏമ്പക്കം കുഞ്ഞിന് പോകാറില്ലല്ലോ എന്ന്. എന്നാൽ എപ്പോഴും ഏമ്പക്കം ഒരു കുഞ്ഞുങ്ങൾക്കും പോകാറില്ല കേട്ടോ. എങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ഗ്യാസ് തട്ടിക്കളയാമെന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ന്യൂ ബോൺ അമ്മമാരുള്ള ഫസ്റ്റ് മദേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണുക. ഇതൊക്കെയാണ് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കൂ കേട്ടോ.